LDFിലെ ഘടകകക്ഷിയായ RJയുടെ സംസ്ഥാന സെക്രട്ടറി കെ ലോഹ്യ നാട്ടിൽ നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോഴിക്കോട് ജില്ലാ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജയിൽ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ജയിൽവാസം? ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലാ ജയിലിൽ വീരേന്ദ്രകുമാറും CK നാണുവും ഞാനുമൊക്കെ ജയിൽ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 30 വർഷത്തിന് ശേഷവും അവിടുത്തെ ദൈന്യതയിൽ ഒരു മാറ്റവും വന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവിടെ കിടക്കാനുള്ള സെല്ലിൽ അവിടെ ടൈല് വെച്ചിട്ടുണ്ട് എന്നതാണ് ആകെ കണ്ട ഒരു മാറ്റം. എന്നാൽ മറ്റ് സൗകര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ജയിൽ അന്തേവാസികളുടെ ബാഹുല്യം വലിയ തോതിലുള്ള പ്രയാസം ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ജില്ലാ ജയിലിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 195 പേരാണെങ്കിൽ ഇപ്പം 300-ലധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, അന്തേവാസികളായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ടോയ്ലറ്റിൻ്റെതാണ്. നല്ല ഭക്ഷണമുണ്ട്, 2 ദിവസം മത്സ്യമുണ്ട്, 1 ദിവസം മട്ടൻ കറിയുണ്ട്. എന്നാൽ ഇതൊക്കെ കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകണം എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ട പ്രയാസം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണിക്ക് ലോക്ക് ചെയ്താൽ പിറ്റേന്ന് 6:30-ക്ക് ശേഷമാണ് തുറക്കുന്നത്. ആ തുറന്നാൽ ഈ 300ഓളം ആളുകൾ ആശ്രയിക്കേണ്ടത് 6-8 വരുന്ന ടോയ്ലറ്റുകളെയാണ്. ആ 8 തന്നെ 1-2 എണ്ണം കേടുപാടുകൾ പറ്റി അടച്ചിട്ടതാണ്. ബാക്കിയുള്ള 5-6 ടോയ്ലറ്റുകളിലേക്ക് വലിയ തോതിലുള്ള ക്യൂ ആണ്. ആ ക്യൂവിൽ വെള്ളം ബക്കറ്റിലെടുത്ത് പോയിക്കൊണ്ട് ക്യൂവിൽ നിൽക്കണം, മുമ്പോട്ട് എടുത്ത് വെച്ചുകൊണ്ട് പോകണം. ആ ബക്കറ്റുകൾ ചോർച്ചയുള്ളതാണ് എന്നതുകൊണ്ട് ഒരു 5-10 ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ആ ബക്കറ്റിലെ വെള്ളം തീർന്നിരിക്കും. അപ്പം വീണ്ടും പോയി എടുക്കുമ്പോൾ അത്രയും പേരുടെ പിന്നിലേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രാഥമിക സൗകര്യങ്ങൾ, നമ്മൾ ജയിലുകളിൽ കിടക്ക വേണം, കട്ടിൽ വേണം, AC വേണമെന്ന് പറയുന്നില്ല. എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടോയ്ലറ്റ്. ആ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവണം. ആ ടോയ്ലറ്റുകളിൽ ടാപ്പ് ഫിറ്റ് ചെയ്ത് വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. ഇത് കേവലം കോഴിക്കോട് ജില്ലാ ജയിലുമായി ബന്ധപ്പെട്ടല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സബ് ജയിലുകളിലായാലും സെൻട്രൽ ജയിലുകളിലായാലും സ്ട്രെങ്ത് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ സൗകര്യങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. മനുഷ്യ അവകാശ ലംഘനം ജയിലുകളിൽ നടക്കാൻ പാടില്ല. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. മൂട്ടയല്ല, ഇപ്പം പുതിയ രാമപ്പയൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഏറ്റവും ചൂട് കൂടി വരികയാണ്. കുളിക്കാൻ വെള്ളം പല ദിവസങ്ങളിലും വെള്ളമില്ല ടാങ്കിൽ. ഒരു 5 മീറ്റർ ചതുരശ്ര മീറ്ററിലുള്ള 5 മീറ്റർ വീതിയും നീളവുമുള്ള ഒരു ടാങ്കിൽ നിന്നാണ് ഈ 300 പേർ ഒരു അരമണിക്കൂർ കൊണ്ട് കുളിച്ചു തീർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് തന്നെ ചില ദിവസങ്ങളിൽ വെള്ളം ലഭ്യമാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതിൻ്റെ പ്രയാസം മാനസികമായ സംഘർഷമാണ്, വലിയ പ്രയാസം. കുളിക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ രോഗം പിടിപെടാൻ പോകുന്നു. രാത്രി 10-25 പേർ ഇടുങ്ങിയ ഒരു സെല്ലിൽ 25 പേർ. നമ്മൾ മാടുകളെല്ലാം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കാറുണ്ട്, അങ്ങനെ കൊണ്ടുപോകരുതെന്ന് പറയാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, പത്രങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഈ 6-8 പേർക്ക് നിൽക്കാവുന്ന സെല്ലിൽ 25 പേരെ കുത്തി നിറയ്ക്കുന്ന ജയിലുകളാണ് കേരളത്തിലെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ചൂടുകാലത്ത് അങ്ങനെ താമസിക്കാൻ സാധിക്കുമോ എന്നത് നിരീക്ഷിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം, ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഇത് വരണം എന്നതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഈ LDFിൻ്റെ ഘടകകക്ഷിയാണല്ലോ RJD. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി വിവരം അറിയിക്കുന്നുണ്ടോ? അല്ല, പാർട്ടി തലത്തിൽ തന്നെ ആ സംവിധാനം ഞാൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാറുമായി സംസാരിച്ചിട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഞങ്ങൾ കൂട്ടായി തന്നെ അതിനാവശ്യമായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാനും പരിഹാരം ഉണ്ടാക്കാനും ആവശ്യമായ നടപടികൾ ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ എന്തായാലും നിർവഹിക്കുന്നതാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ജയിലുകളിൽ നടക്കുന്നതെന്നാണ്. ഏതായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാണേണ്ട വിഷയം കൂടിയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.